ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾക്കിടയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാതെ പോയ സ്നേഹമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ പോയ പല സ്നേഹങ്ങളാണ്. നമ്മളറിയാതെ നമ്മളെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ തകർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഒരു പക്ഷെ അവരിൽ പലരും നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടെന്ന് വരില്ല, നമ്മുടെ സ്നേഹിതരുമായിരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് വഴി നടത്തിയവരെ, നമ്മളെ പ്രാർത്ഥിച്ച് സഹായിച്ചവരെ, നമ്മുടെ ഒപ്പം ചേർന്നിരുന്നവരെ നമ്മൾ എല്ലാ ദിവസവും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ചിലർ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോകുമ്പോൾ നമുക്ക് വലിയ ദുഃഖങ്ങളുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്, കുഞ്ഞുങ്ങളെ നാം വാക്കുകളിലും സംസാരങ്ങളിലുമല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കേണ്ടത്. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ പുകഴ്ത്തി പറയും. നമ്മളൊരു മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. അവരുടെ ഏറ്റവും വലിയ സ്നേഹിതനാണ് നമ്മൾ. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ വാക്കിലും സംസാരത്തിലുമല്ല മനുഷ്യർ സ്നേഹിക്കും, പ്രവർത്തികളിലൂടെയാണ്. ദൈവത്തിന്റെ വചനത്തോട് ചേർന്നിരുന്ന് പറയട്ടെ, നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്, നമ്മളെ കരുതിയവരെ സ്നേഹിക്കേണ്ടത് വാക്കിലും സംസാരത്തിലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലുമായി. സത്യസ്നേഹം എക്കാലവും നിലനിൽക്കും. ക്രിസ്തു പറയുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി, തിരുവചനം പറയുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന വലിയ സ്നേഹമില്ല. നിത്യസ്നേഹം, യേശുവിന്റെ സ്നേഹം അതെക്കാലവും നിലനിൽക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കരുതുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയാം. ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ചേർന്ന് ക്രിസ്തു നൽകുന്ന സമാധാനവും സ്നേഹവും നമുക്ക് രുചിച്ചറിയുവാൻ ഈ ദിവസങ്ങൾ, ഈ നിമിഷങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.